ഹായ് മക്കൾസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി അല്ലേ? എങ്ങനെ പോകുന്നു വെക്കേഷനൊക്കെ? ഏകദേശം ഇപ്പോൾ ഒരു മാസം വെക്കേഷൻ കഴിഞ്ഞില്ല, ഇനി ഒരു മാസം കൂടി പെൻഡിങ് ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് കഴിയും, പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനൊക്കെ എൻ്റെ മോനെ സീൻ ഇന്നൊരു 5 മിനിറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളൂ, ആകെ വേർത്ത് കുളിച്ച് മൊത്തത്തിൽ സീന് ഡാർക്കായി. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ അതിലൊന്നും ചെയ്യാനില്ല, ദുആ ചെയ്യാം. പോട്ടെ. അപ്പോൾ എൻ്റെ പേര് അറക്കൽ, നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഓർമ്മപ്പെടുത്തിയത് കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ വർഷം നമ്മൾ ബയോളജി എങ്ങനെ പഠിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചില ആളുകൾക്ക് ബയോളജി തീരെ ഇഷ്ടമുണ്ടാവില്ല, ചില ആളുകൾക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമ്മളെന്തായാലും പഠിക്കണം. കാരണം നമ്മളെ 10 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റാണ് ഇത് ബയോളജി. അപ്പോൾ നമ്മളെന്തായാലും പഠിക്കാതെ പോകാൻ കഴിയില്ല, നമ്മളെന്തായാലും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എന്തൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ, എന്തൊക്കെ ഉടായ്പ് കാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബയോളജിനെ പ്രണയിക്കുക, ബയോളജിനെ ഇഷ്ടപ്പെടുക. ബയോളജി ഈസ് നോട്ട് എ കീറാമുട്ടി. എന്ത് മുട്ടി? അതായത് ബയോളജി ഒരു പ്രശ്നക്കാരനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതൊരു പാവാണ്. ബയോളജി ഒരു സാധു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ആളാണ് ഒരു ബയോളജി. അല്ലാതെ ബയോളജി വലിയ പ്രശ്നക്കാരനൊന്നല്ല. അപ്പോൾ ജസ്റ്റ് ബയോളജിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പ്രണയിക്കുക, ഒന്ന് ഇഷ്ടപ്പെടുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുക്കാതിരിക്കുക. ബയോളജി ഭയങ്കര പ്രശ്നമാണ്, അതൊരു പൊട്ട സബ്ജക്റ്റാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊരു പാവമാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിന് ആ രീതിയിൽ നോക്കിക്കാണുക. അത് മതി. അപ്പം തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയി. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, ബയോളജിയിൽ നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒക്കെ പഠിക്കൊന്നും വേണ്ട, ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, പതിയെ പിന്നെ നമ്മളെ ലൈവും ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പം നമുക്ക് മെല്ലെ പഠിച്ചു തുടങ്ങാം. ഇപ്പം ജസ്റ്റ് 9ാം ക്ലാസ്സിൽ 6 ചാപ്റ്റർ ഉണ്ട്, 8ൽ 6 ചാപ്റ്റർ ഉണ്ട്, 10ൽ 6 ചാപ്റ്റർ ഉണ്ട്. ഇതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിന് വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കും, ഒരു എൻ്റർടൈൻമെൻറ്റിന്. ഇതെന്തൊക്കെയാ, ഇത് ഹൃദയം, ഇത് കിഡ്നി, ഇത് കരൾ, വെറുതെ ഇങ്ങനെ നോക്കി വെക്കാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ നമുക്ക് ഇത് സിമ്പിളാണ്, ഇത് ഹൃദയം, ഇത് കിഡ്നി, ഇത് കരൾ, സിമ്പിൾ ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാട്ടോ. ഇനി മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് സെറ്റ് ചെയ്യണം. കുറച്ച് നോട്ട്സ്, അതായത് എന്നിട്ട് മൊത്തം ടെക്സ്റ്റ് ബുക്ക് ഒന്നായിട്ട് എഴുതി വെക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നോട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ പോരെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ സാധനമല്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ നോട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ നല്ല നോട്ട്സ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇപ്പോൾ എന്താണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ PDF ഒക്കെ കമൻറ്റ് ചെയ്യാൻ പറയാണ്ട് കുറേ ടീച്ചേഴ്സ് റീലും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല നോട്ട്സും കാര്യങ്ങളും കിട്ടും. ഇനി അതല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നോട്ട്സ് കിട്ടും. പിന്നെ നമ്മൾ സൈലത്തിൻ്റെ ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, പല രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുക, നല്ല നോട്ട്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ആ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി ചെറിയൊരു കുഞ്ഞു നോട്ട്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി. ഓക്കെ, അപ്പോൾ നോട്ട്സ് മസ്റ്റാണ്. കാരണം പരീക്ഷൻ്റെ തലേന്ന് നമുക്ക് ചാപ്റ്റർ മൊത്തം എടുത്ത് പഠിച്ചാനൊന്നും കഴിയില്ല, കാരണം അത് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ സമയം കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ നോട്ട്സ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യാം, നോക്കി വെച്ചാൽ മതി. അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിക്ചേഴ്സ് ഇൻ ബയോളജിയിലെ പിക്ചറുകളാണ്. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറുകൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബയോളജിയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ പിക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ആകെ ഒരു 10-12 ചോദ്യം ഉണ്ടാവുള്ളൂ. അതിൽ 3 മുതൽ 4 വരെ ചോദ്യം പിക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അത് ഏത് പിക്ചർ ചോദിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയില്ല, കാരണം നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പിക്ചറുകളും ഒന്ന് നോക്കി വെക്കണം. എല്ലാ പിക്ചറും നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിക്ചറുകളൊക്കെ ഫസ്റ്റ് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയം മുതലേ എന്ത് ചെയ്യുക, പിക്ചറുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറേ പിക്ചർ ഒറ്റയടിക്ക് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യം തന്നെ മെല്ലെ ഓരോ പിക്ചറുകളൊക്കെ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ എങ്ങനെ പഠിച്ചു പോവുക. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് മെയ്ക്ക് കോഡ്സ് ആൻഡ് കണക്ഷൻസ്. കോഡും കണക്ഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കോഡൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാറുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാകും. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കറക്റ്റ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫുള്ള് കോഡും കണക്ഷൻസും ടിപ്പും പിന്നെ ഓരോ ഹുക്കൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ല. ഇത് അത് അതിന് കറക്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് കണ്ട് കറക്റ്റ് കണ്ണിങ് ആയിട്ട് പഠിക്കാൻ പറ്റും. ആ രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ നമ്മളെ കോഡുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോഡുകൾ ഉണ്ടാക്കാം. രസമല്ലേ, നമ്മൾ തന്നെ കോഡ് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളൊരു 4-5 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കത് ഒന്നും കൂടി നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും, കറക്റ്റ് കണ്ണിങ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കും. ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇതാണ് അടുത്തൊരു ടിപ്പ്.
ടിപ്പ്. ഇനി ലാസ്റ്റ് വൺ, ഇത് ടിപ്പൊന്നുമില്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവൈസ് ആൻഡ് റീകാളിങ്. അതായത് നമ്മൾ പഠിച്ച കാര്യം പിന്നെയും പഠിക്കുക. അതെന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ റോബോട്ടുകളല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും, സ്വാഭാവികമാണ്. ചില ആൾക്കാർ പറയും സാർ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകണം, പഠിച്ചതൊക്കെ. നമ്മൾ മനുഷ്യന്മാരല്ലേ, എന്തായാലും മറന്നു പോകും. മറവി മനുഷ്യൻ്റെ ഒരു അനുഗ്രഹമാണ്, അതൊരു സത്യമാണ്. ഇപ്പം എനിക്ക് എല്ലാ ബയോളജിയിലുള്ള എല്ലാ കുന്തങ്ങളും എനിക്കറിയില്ല, ഞാനിത് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാനും മറന്നു പോകും. അപ്പോൾ ഞാനും വീണ്ടും എന്ത് ചെയ്യും, അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കും. അത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മനുഷ്യന്മാരാണ്, പഠിച്ചാൽ മറന്നു പോകും, സ്വാഭാവികമാണ്. അല്ലാതെ ഞാൻ മാത്രമേ പഠിച്ചിട്ട് മറന്നു പോകുന്നുള്ളൂ, ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാവരും മറന്നു പോകും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെയും റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. അല്ലാതെ വേറൊരു സൊല്യൂഷൻ അതിനില്ല. എന്തെങ്കിലും മരുന്ന് കുടിച്ചാലോ വേറെ എന്തെങ്കിലും കൂടോത്തരം ചെയ്താലോ ഇതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇത് പിന്നെയും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. അപ്പം അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ച കൂടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ വെറുതെ ഒന്ന് കാഷ്വലി എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കണ്ണിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജി സെറ്റാക്കാൻ പറ്റും. ഈ റിവൈസും റീകാളിങ്ങും ബയോളജിൻ്റെ കേസിൽ മാത്രമല്ല കേട്ടോ, എല്ലാ വിഷയത്തിൻ്റെ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ ഒരു നാക്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ഈ ഒരു റൂട്ട് മാപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ഈ ഒരു വർഷം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മളെ ക്ലാസ്സും കൂടി കേട്ട് കഴിഞ്ഞാൽ ബയോളജി നമ്മൾ സെറ്റാക്കിയിട്ട് നിങ്ങളെ കയ്യിലാണ് തരും. 100% കോൺഫിഡൻസ്, 100% ഗ്യാരണ്ടി കേട്ടോ, 100% ഗ്യാരണ്ടി. ബയോളജി നമ്മൾ തൂഫാനാക്കും, തൂക്കും. നമ്മളെ വാഴ ടൂലുള്ള പോലെ ബയോളജി എന്ത് ചെയ്യും, തൂക്കി കരന്ന് ആ സാധനം, ബയോളജി നമ്മൾ തൂക്കും. സോ സി യു സൂൺ, വീണ്ടും കാണാം ഈ നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഓക്കെ.